നമസ്കാരം. വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ബാലഭൂമി, മിന്നാമിന്നി, കളിക്കുടുക്ക, ബാലരമയൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിലെ കഥകൾ ഞാൻ വായിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ബാലഭൂമിയിൽ അടുത്ത കാലത്ത് തുടങ്ങിയൊരു സീരീസാണ് ബൈക്ക് മാൻ എന്നുള്ളത്. അതിൽ ഞാൻ ഫോട്ടോ ഇടാം, അതിന് കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഫോട്ടോ ഇടാം. അതിൽ ഒരു കഥയാണ്, ആഫ്രിക്കയിലെ മൊസാംബിക്കിനടുത്ത് വെച്ച് ഇന്ത്യൻ ചരക്കു കപ്പലിനെ കടൽക്കൊള്ളക്കാർ വളയാണ്. അപ്പോൾ സഹായിക്കാൻ അടുത്തെങ്ങും ആളുകളില്ല, കടൽക്കൊള്ളക്കാർ ആക്രമിച്ചു, അപകടത്തിലാണ്. അപ്പോൾ അവർ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ അറിയാണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതേ സമയം കടൽ വെള്ളം ചിതറിത്തെറിപ്പിച്ചുകൊണ്ട് കൊള്ളക്കപ്പലുകൾക്ക് നേരെ ഒരു ബൈക്ക് കാറ്റിൻ്റെ വേഗത്തിൽ പാഞ്ഞെടുത്തു. തീ പാറുന്ന ബൈക്കിലൊരു യുവാവ്, അയാളുടെ കയ്യിൽ നിന്ന് ഒരു രുദ്രാക്ഷ ചരട് സാഗരികയിലേക്ക് കയറുകയായിരുന്ന ആക്രമിക്ക് നേരെ പുളഞ്ഞു ചെന്നു. അതിൻ്റെ പടങ്ങളൊക്കെ ഉണ്ട്, രസമാണ്. സർപ്പം പോലെ പുളഞ്ഞുയർന്ന ആ ചരട് അക്രമിയെ ചുറ്റിയെടുത്ത് അലയാഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത നിമിഷം ബൈക്ക് കടൽപ്പരപ്പിൽ വെട്ടിത്തിരിഞ്ഞു. ഇത് ആക്രമികളുടെ കപ്പലുകൾക്ക് നേരെ ഉയർന്നു, തീജ്വാലകൾ ചിതറിച്ചുകൊണ്ട്. ബൈക്ക് ഇങ്ങനെ കടലിന് മുകളിൽ കൂടി തീജ്വാലകളുടെ നടുവിലായിട്ട് പറക്കണ പടമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ കപ്പലിനെ രക്ഷിക്കുകയാണ്. ഇരു കപ്പലുകളും മറ്റേ കപ്പലിനെ തകർക്കുകയും ഈ കപ്പലിനെ രക്ഷിക്കുകയൊക്കെയാണ് കേട്ടോ. കപ്പൽ കത്തിയമരുന്ന തീജ്വാലകളിൽ നിന്ന് മറ്റൊരു തീജ്വാലയായി അയാൾ, ഫ്രണ്ട് യു ആർ ഗ്രേറ്റ്, വാ വെൽ ഡൺ. അവസാനം ബൈക്ക്മാൻ പോവാണ്. നല്ല രസ പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ആദ്യത്തെയോ അവസാനത്തെയോ സൂപ്പർ ഹീറോ അല്ല. ഇത് വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതെന്താണിത്, കുട്ടികളുടെ കഥയുണ്ട്, ലോജിക്കൊന്ന് നോക്കണം കേട്ടോ. കടലിന് മുകളിൽ ഇങ്ങനെയാണ് ബൈക്ക് പറക്കുന്നത് എന്നൊക്കെ. ഒബ്വിയസ്ലി ബാലഭൂമിയിലെ കുട്ടിക്കഥയിൽ നമുക്ക് ലോജിക്ക് ആവശ്യമില്ല. പക്ഷേ ഇനിയാണല്ലോ സീരിയസ് പാർട്ട്. ഇത് കുട്ടികൾക്ക് ഹീറോ വർഷിപ്പ് ചെയ്യാം, അവരുടെ പ്രായത്തിൽ അവർക്ക് ഇതൊക്കെ ഒരു പരിധി വരെ വിശ്വസിക്കാം. അനുകരിക്കാൻ ശ്രമിക്കരുത് കേട്ടോ, അത് വേറെ കാര്യം. നമ്മളും ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഹീറോസിനെയും ഡെവിൾസിനെയും അസ്ക്രൈബ് ചെയ്യും. നമ്മൾ ഒരിക്കലും ഒരാൾക്കൊരു ഹീറോ പദവി, ഹീറോ വർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഹീറോ പദവി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കാര്യവും അയാൾ വിചാരിച്ചാൽ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ കാര്യങ്ങളുടെ ലോജിക്കോ അതിൻ്റെ ഫീസിബിലിറ്റിയോ അത് റിയലിസ്റ്റിക് ആണോ എന്നുള്ളതോ അതിൻ്റെ പ്രായോഗിക തടസ്സങ്ങളോ ഒന്നും തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. അതിൻ്റെ മറുവശമുണ്ട് കേട്ടോ. ഡെവലഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്ന എല്ലാം തെറ്റാണ്. ഹീറോ ആക്കി കഴിഞ്ഞാൽ, ബിംബവൽക്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്ന എല്ലാം ശരിയാണ്. ഇതത്ര നല്ല പ്രവണതയല്ല. ഒന്നാമത് റിഡക്ഷനിസമാണ്. വ്യക്തികളിൽ ഗുണദോഷ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, കഴിവുകളിലെ വ്യത്യാസം ഉണ്ടാവാം, ഇൻറ്റൻറ്റിലെ വ്യത്യാസം ഉണ്ടാവാം. ആദ്യം തന്നെ പറയട്ടെ, എല്ലാ വ്യക്തികളും ഒരുപോലെയാണെന്നുള്ള ബ്ലാങ്കറ്റ് ജനറലൈസേഷൻ ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല. ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ വ്യക്തമായൊരു ചർച്ച ചെയ്യുന്നതിന് പകരം, വ്യക്തമായ ഡിസ്കഷൻസ് ഉണ്ടാവുന്നതിന് പകരം, ഡിസിഷൻസ് എടുക്കുന്നതിന് പകരം, ഒപ്പീനിയൻസ് ഫോം ചെയ്യുന്നതിന് പകരമായിട്ട് ആര് വന്നാലും കണക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്നത് തീരെ ഒരു പാസീവായിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മുടെ ഒരു ലേസിനെസ്സാണ്, അതല്ലെങ്കിൽ റിഡക്ഷനിസത്തിൻ്റെ വേറൊരു വേർഷനാണ്. അത് ശരിയല്ല. പക്ഷേ അതേസമയം എല്ലാവരിലും സമാനമായ ചില കാര്യങ്ങളുണ്ടെന്നും പക്ഷേ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട്. റിയലിസ്റ്റിക് വേൾഡിൽ ഇറ്റ്സ് എ സിസ്റ്റം ദാറ്റ്സ് എ മെയിൻ തിങ്. ആ സിസ്റ്റത്തിൽ വ്യക്തികൾക്ക് സ്വാധീനം ചെലുത്താനാകും. പക്ഷേ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാനും സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനും സിസ്റ്റത്തിനെ ബെറ്റർ ആക്കാനുമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ വ്യക്തികളിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഹീറോ വർഷിപ്പ് വരും, അതിൻ്റേതായ പല ദോഷങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫോക്കസ് സിസ്റ്റത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. വ്യക്തികൾ വരാം, മാറാം, പോവാം. പക്ഷേ നമ്മളെ സിസ്റ്റം നന്നാക്കിയാൽ അതിന് കുറച്ചും കൂടി ലോങ് ടേം ഇഫക്റ്റ് ഉണ്ടാവും. ഇത് ഇലക്ഷൻസിനോടടുത്ത് ഈ സമയത്ത് ഒന്നുകൂടി എടുത്ത് പറയണം. ഒരു വ്യക്തിയോ വന്നിട്ട് കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തി വന്നാൽ എല്ലാം ദോഷമാകും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും എടുക്കരുത്. വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്, പക്ഷേ വ്യക്തികളെക്കാൾ കൂടുതലായിട്ട് നയങ്ങൾ, സിസ്റ്റങ്ങൾ, അവർ വരുത്തുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഡ്യൂറബിലിറ്റി, അവരുടെ ആശയങ്ങൾ, പ്രധാന വിഷയങ്ങളിലുള്ള നിലപാടുകൾ, ദ കോർ സിസ്റ്റം, അതിലായിരിക്കണം എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഫോക്കസ് ചെയ്താൽ ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും വന്നേക്കാം. സോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് വ്യക്തികളെ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് വ്യക്തികളിലേക്ക് ശ്രദ്ധ മാറും. ഹീറോ വർഷിപ്പും വില്ലൻ ഹേറ്റിങ്ങും എല്ലാം വരും. അത് ശരിയായ സമീപനമല്ല. കുട്ടികളുടെ കഥയിൽ കുട്ടികളത് ചെയ്തോട്ടെ, പക്ഷേ മുതിർന്നവരെ നിലയിൽ പ്രായോഗിക ബുദ്ധിയും വിവേചനശേഷിയും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. സ്വയം എത്രത്തോളം ഉണ്ടെന്നുള്ള വേറെ ചോദ്യം പോട്ടെ. അതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മുതിർന്നവരെ നിലയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഹീറോ വർഷിപ്പിലേക്ക് പോകരുത്. താരങ്ങളെ സ്വയം ഉണ്ടാക്കി പിന്നെ ആ താരങ്ങൾക്ക് ചുറ്റും ഉപഗ്രഹമായി കറങ്ങി ആ താരങ്ങളുടെ ചൂടേറ്റ് പൊലിഞ്ഞു പോകുന്നവർ വീയാമ്പാച്ചകളാവരുത് നമ്മൾ. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വിജയുടെ സമയത്ത് ആ വേദിയിൽ കാണണമെന്ന ആളുകൾ, അത് സ്റ്റാമ്പീഡിലുണ്ടായ മരണങ്ങൾ, അതുപോലെ ഒരുപാട് ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ വന്നുകൊണ്ട് നമ്മൾ നമ്മുടെ എല്ലാ ജോലിയും മാറ്റിവെച്ച് അവരെ കാണാനായിട്ട് ചെല്ലുന്നു. അതുപോലെ ഒരാളുടെ റോഡ് ഷോ ആണെങ്കിൽ, നേതാവിൻ്റെ റോഡ് ഷോ ആണെങ്കിൽ നമ്മുടെ എല്ലാ പണിയും മാറ്റിവെച്ച് ചെല്ലുന്നു. ഇത്തരത്തിലുള്ള ഹീറോ വർഷിപ്പ് ആവശ്യമില്ല. ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ഫീൽഡിൽ സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ലിനെ നമുക്ക് ആദരിക്കാം, അംഗീകരിക്കാം. അതിനപ്പുറത്തേക്ക് ഒരു ആരാധനയിലേക്ക് പോകുന്നത് ശരിയല്ല.
ശരിയായ സമീപനമല്ല. യഥാർത്ഥ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ ആരാധനയിലേക്ക് പോകുന്ന പ്രവണത ഒരിക്കലും ഉണ്ടാവരുത്. അതുപോലെ ഈ വ്യക്തികളുടെ ഇപ്പോൾ അവരുപയോഗിച്ച് ഷൂ, അവരുടെ ഷർട്ട്, അവരുടെ ക്യാപ്പ്, ഇതൊക്കെ കോടികൾ വില കൊടുത്ത് മേടിക്കുക, അതൊക്കെ പലതരം ഹീറോ വർഷിപ്പിൻ്റെ രൂപങ്ങളാണ്. പിന്നെ നമ്മൾ ഒരാളെ ഹീറോ ആക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ തെറ്റുകൾക്ക് നേരെ നമ്മൾ ഇമ്മ്യൂണോ, പിന്നെ അയാളുടെ തെറ്റുകൾ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. സോ ഹീറോ വർഷിപ്പ് ചെയ്യരുത്. എസ്പെഷ്യലി തിരഞ്ഞെടുപ്പ് പോലെ, ഡെമോക്രസി പോലെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലെങ്കിലും നമ്മൾ ഹീറോ വർഷിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ ബൈക്ക് മാൻ ഉദാഹരണത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിളാണ്. പിന്നെ ഒരു കാര്യത്തിൽ ഒരാൾക്കൊരു സ്കില്ലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ അതുപോലെ ആയിരിക്കണമെന്ന് നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അടുത്ത് നമ്മുടെ എം ടി വാസുദേവൻ നായരോട് ബന്ധപ്പെട്ട ബുക്കിൻ്റെ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം തീർച്ചയായിട്ടും മികച്ചൊരു എഴുത്തുകാരനാണ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഹി ഓർ ഷീ ഷുഡ് ഓൾവേസ് ബി എ ഗുഡ് പേഴ്സൺ. ഹി ക്യാൻ ബി എ ഗുഡ് പേഴ്സൺ. നല്ല ആളാണോ മോശം ആളാണോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അറിഞ്ഞുള്ള വ്യക്തി ജീവിതത്തെക്കുറിച്ച്. പക്ഷേ ആരും വിമർശനത്തിന് അതീതരല്ല. ഒരാളൊരു പ്രമുഖ സാഹിത്യകാരനായി, അല്ലെങ്കിൽ പ്രമുഖ സ്പോർട്സ് പേഴ്സണായി, പ്രമുഖ രാഷ്ട്രീയക്കാരനായി എന്ന് വെച്ചിട്ട് അയാൾ ജീവിതത്തിലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, അങ്ങനെ ആയിക്കൂടുന്നുമില്ല. ഒരു മേഖലയിലെ സ്കില്ല് നമ്മൾ ഒരിക്കലും വേറൊരു മേഖലയിലേക്ക് എടുക്കരുത്. ഹീറോ വർഷിപ്പിലേക്ക് പോവാതിരിക്കുക. നല്ല ക്വാളിറ്റീസിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. തെറ്റുകൾക്ക് നേരെ തുറന്നു പിടിച്ച കണ്ണുകളുണ്ടായിരിക്കുക. നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അയാളുടെ തെറ്റുകൾ ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മളാണ്. സോ ദാറ്റ് ദേ ബിക്കം ബെറ്റർ. അതിന് പകരം അന്ധമായ സപ്പോർട്ടേഴ്സായാൽ, അന്ധമായ അണികളായാൽ, തലച്ചോറും റാഷണാലിറ്റിയും ചിന്താശേഷിയും പണയം വെച്ചിട്ട് ഹീറോകളെയും ഡെവിളുകളെയും സൃഷ്ടിച്ച് ഹീറോയെ വർഷിപ്പ് ചെയ്തും ഡെവിളിനെ എതിർത്ത് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ചിന്താശേഷിയെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുവഴി നമ്മുടെ സ്വന്തം, ഇപ്പോൾ ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവം നമുക്ക് തന്ന തലച്ചോറും, ഇനി അല്ലെങ്കിൽ ഭൗതികവാദിയാണെങ്കിൽ സ്വയം എവല്യൂഷനിലൂടെ നമുക്കുണ്ടായ ആ ഒരു ബ്രെയിനിനോടും നമ്മൾ ഇൻജസ്റ്റിസ് ചെയ്യുകയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കും. വ്യക്തികൾ പ്രധാനമാണ്, ബട്ട് സ്പ്രെഡ് ഔട്ട് യുവർ ഫോക്കസ് ഓൺ ദ കോർ ഇഷ്യൂസ്. ഇലക്ഷൻ വർഷമാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ മാറിക്കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ നയമാറ്റങ്ങളാണ് പ്രസ്ഥാനങ്ങളും പാർട്ടികളും കൊണ്ടുവരാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ ആരാധന വാഴ്ത്തുപാട്ടുകളല്ല വേണ്ടത്. ഏതൊരു കാര്യത്തിൽ, ഇപ്പോൾ ഇലക്ഷൻ ഇവിടെ അടുത്ത് വരുന്നുണ്ട്, ഇതിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത് വീണ്ടും എല്ലാ ആസ്പെക്റ്റിലും ശ്രദ്ധിക്കുക. ആരെയും ബിംബവൽക്കരിക്കരുത്, ആരെയും ചെകുത്താൻ വിലക്കരിക്കരുത്. ഫോക്കസ് ഓൺ ദ ഇഷ്യൂസ്. ഇറ്റ്സ് എ ബെറ്റർ മെത്തേഡ്. ഇഷ്യൂസിൽ ഫോക്കസ് ചെയ്ത് ഇഷ്യൂസിൻ്റെ ബേസിലെ ഡിസ്കഷൻസും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളൊക്കെ നടക്കുന്ന ഒരു സിസ്റ്റമാണ് എപ്പോഴും വേണ്ടത്. ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് ബി ക്യാരിഡ് അവേ ബൈ ദ ഓർ ഓഫ് ഹീറോ വർഷിപ്പ്, ബിക്കോസ് ദാറ്റ്സ് ഫേക്ക്. ദാറ്റ്സ് റിഡക്ഷനിസ്റ്റ് വ്യൂ ഓഫ് ദ വേൾഡ്. ഇത് എടുത്തു പറയുന്നു. ഒരുപാട് ഫീൽഡുകൾ, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടോ അറിയാതെ തെറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ നിന്ന് സ്വയം തിരുത്താൻ ശ്രമിക്കുക. സോ ദാറ്റ് വി ബിക്കം മോർ റാഷണൽ ഇൻഡിവിജ്വൽസ്. താങ്ക് യു.